ഹായ് ഗൈഡ്സ്. അങ്ങനെ സ്കൂൾ വെക്കേഷനായിട്ട് ഞങ്ങൾ മക്കളെയും കൊണ്ട് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളങ്ങനെ ഫാം വില്ലയിലെത്തി. അവിടെ ഒരുപാട് പുറം രാജ്യങ്ങളിൽ നിന്നുള്ള പെറ്റ്സ് ഉണ്ട്. കുതിര, കഴുത, പാമ്പ്, ആട്, ഒട്ടകം. അങ്ങനെ അവിടുത്തെ പ്രത്യേകത, നമുക്ക് അവിടെയുള്ള മൃഗങ്ങളെ നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് അവർ നമുക്ക് ഫുഡ് തരും. നമുക്കത് വെച്ച് അവരെ ഫീഡ് ചെയ്യാം. അവർ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും, അവിടെയുള്ള സ്റ്റാഫുകൾ. അപ്പോൾ നമുക്കവരെ തൊടാം. അവർ പറഞ്ഞു തരും അതിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ. അങ്ങനെ കണ്ട വഴിക്ക് നമുക്ക് നല്ല സന്തോഷമായിരുന്നു എല്ലാം കാണാനും. കുട്ടികൾക്കും ഒക്കെ നല്ല സന്തോഷമായിട്ട് നമുക്കവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ മക്കളെയും കൊണ്ട് അതിനകത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. അവിടെ സമയം പോയതേ നമ്മൾ അറിഞ്ഞില്ല. ഭയങ്കര സിൽക്കി കോഴിയാണ്. ഇതിന് നമുക്കിങ്ങനെ അവർ കയ്യിലെടുത്ത് തരും. നമുക്കതിനെ പിടിക്കാം, തൊടാം. ചില മൃഗങ്ങളെ ഒന്നും തൊടരുത് എന്ന് അവർ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനൊന്നും നമുക്ക് തൊടാൻ പറ്റില്ല. ഈ കുഞ്ഞു കിളികൾക്കൊക്കെ നമുക്ക് തീറ്റ കൊടുക്കാം. അവരവിടെ നെറ്റ് കെട്ടിയിട്ടുള്ള ഒരു കൂട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മളാക്കിയിട്ട് അത് ഡോറടയ്ക്കാൻ പറയും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കിളികൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ കൈ നീട്ടി പിടിച്ച് നമുക്ക് കഴിക്കാനുള്ള ഫുഡ് അതിൽ വെച്ച് കഴിഞ്ഞാൽ അവരതിൽ വന്നിരുന്ന് കൊത്തി കഴിക്കും. അങ്ങനെ ഒരുപാട് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ പാമ്പ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് പേടിയാണ് കുറേയൊക്കെ മേത്ത് വയ്ക്കാനും ഒക്കെ ആയിട്ട്. ഒരുപാട് കുട്ടികൾക്കൊക്കെ കുറേ പേടിയുണ്ടായിരുന്നു. കൂടുതലും മുതിർന്നവരാണ് അവിടെ മൃഗങ്ങളെയൊക്കെ മേത്ത് വയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്നത്. ധൈര്യം വേണമല്ലോ. പേടിച്ചിട്ട് നമ്മൾ മൃഗങ്ങളെ ഇതാക്കി കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അവർ പ്രത്യേകം പറയുന്നുണ്ട് നമ്മളവരൊന്നും ചെയ്യരുതെന്ന്. പിന്നെ കൂടുതലും നമ്മുടെ നാട്ടിലുള്ള പെറ്റ്സ് എല്ലാം ഒക്കെ പുറം രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളും അവർക്കുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ അതിനെ വെക്കുമ്പോൾ ഒരുപാട് പേടിച്ചിട്ടാണ് നിന്നത്. അതിൻ്റേതായിട്ടുള്ള എക്സ്പ്രഷൻസൊക്കെ എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എനിക്ക് പേടിയായിരുന്നു അതിൻ്റെ നെഖവും എല്ലാം. പക്ഷെ പാവാണ്, അത് വീഴുന്നുള്ള ഒരു ഇതിൽ നമ്മളങ്ങനെ പിടിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. നല്ല രസമായിരുന്നു. പിന്നെ അധികം സ്ഥലം കുറച്ചുണ്ട്, എന്നാലും ഒരുപാടൊന്നുമില്ല. 350 രൂപയെ നമുക്ക് ഒരാൾക്ക് ചാർജ് വരുന്നുള്ളൂ. ഇത് ചാവക്കാടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മത്സ്യങ്ങളുടെയൊക്കെ ഒരു മെറൈൻ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ടല്ലോ, അതെത്തണേക്കാട്ടിൽ തൊട്ട് മുന്നായിട്ട് റൈറ്റിലേക്ക് തിരിയുമ്പോഴാണ് ഫാം വില്ല എത്തുന്നത്. അപ്പം നമുക്ക് മക്കളെയൊക്കെ കൊണ്ട് വന്ന് അവിടെ കാണാനും കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ നല്ല രസകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് അവിടെ വന്ന് അത് അനുഭവിക്കാനും അതിൻ്റെ ഉള്ളിൽ നടക്കാനും ഒക്കെ നല്ല രസമായിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത്. ഒരുപാട് പക്ഷികളുണ്ട്, പല വെറൈറ്റി പക്ഷികൾ, പല കളറിലുള്ള തത്തകൾ, സംസാരിക്കുന്ന തത്തകളുണ്ട്, കളർ തത്തകൾ, ഒരുപാട് ഓന്ത്, പാമ്പ്. നമുക്ക് എല്ലാത്തിൻ്റെയൊന്നും പേരും ഇതൊന്നും അറിയില്ല. എല്ലാത്തിൻ്റെയും രാജ്യവും പേരും എല്ലാം അവിടെ ബോർഡിൽ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവർ. നല്ല രസമായിട്ട് അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെടികളായിട്ടും നല്ല ഒരു ചെയ്ത രീതി ഒരുപാട് എനിക്കിഷ്ടപ്പെട്ടു. ഒരുപാട് സ്റ്റാഫുകളും ഉണ്ട്. അവരത് ക്ലീൻ ചെയ്യാനും അവരെ ട്രെയിൻ ചെയ്യാനും എല്ലാത്തിനും ആളുകളുണ്ട്. അങ്ങനെ നല്ല രസകരമായി നമുക്കൊരു ദിവസത്തിൽ കുറച്ച് സമയം അവിടെ കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും.
ബീച്ചുണ്ട്. പല വർണ്ണത്തിലുള്ള തൂവലുകളുള്ള കിളികളുണ്ട്, തത്തകളുണ്ട്. ഒരുപാട്